ആറാട്ടുപുഴ ദേവമേളയ്ക്കായുള്ള തൃപ്രയാർ തേവരുടെ പുറപ്പാട് മീനത്തിലെ ഉത്രം നക്ഷത്രം രാത്രിയിൽ കിട്ടുന്നത് കണക്കാക്കിയാണ് നടക്കുന്നത്. സാധാരണയായി മകീരം ദിനത്തിൽ നടക്കുന്നതിനാൽ പൂരം പുറപ്പാടിനെ മകീരം പുറപ്പാടെന്നും പറയാറുണ്ട്. വളരെ അപൂർവമായി രോഹിണി നക്ഷത്രത്തിലും പുറപ്പാട് നടക്കാറുണ്ട്. പൂരം പുറപ്പാട് കഴിഞ്ഞതിന് ശേഷം സേതുകുളത്തിൽ ആറാട്ടു കഴിഞ്ഞ് തിരികെ വരുന്ന ചടങ്ങാണ് ഉള്ളത്. ഗ്രാമപ്രദക്ഷിണം ഓരോ ദിവസവും പിന്നിടുന്നത് വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആചാരങ്ങളോടെയാണ്. കുറുക്കൻ കുളത്തിലെ ആറാട്ട്, പുളിക്കപ്പാടത്തെ പൂക്കുലമണിയേറ്, ആനേശ്വരം ക്ഷേത്രത്തിനു മുന്നിലെ ഒളിച്ചോട്ടം, പൈനൂരിലെ ചാലുകുത്ത്, മുരിയാം കുളങ്ങരയിലെ മീൻപിടുത്തം, വെന്നിക്കലെ കല്ലേറ് തുടങ്ങിയവ എടുത്തു പറയാവുന്ന ചടങ്ങുകളാണ്. ചില ചടങ്ങുകൾ ചില്ലറക്കാര്യത്തിൽ വീഡിയോ ആയി വന്നിട്ടുമുണ്ട്. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുകയും ചടങ്ങുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ. തീവ്രാനദിയുടെ പടിഞ്ഞാറേക്കരയിലാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാട്ടിക പഞ്ചായത്തിലാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണം നടക്കുന്നത് നാട്ടിക, കാട്ടൂർ, വലപ്പാട്, താന്യം, ചാഴൂർ, അന്തിക്കാട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ ചില ഭാഗങ്ങളിലാണ്. തേവരുടെ ആറാട്ടുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാട്ടിക, വലപ്പാട്, താന്യം തുടങ്ങിയ പഞ്ചായത്തുകളിലാണ്. തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ അവസാന ദിനത്തിലാണ് വെന്നിക്കലെ കല്ലേറ് നടക്കുന്നത്. അതിനുശേഷമാണ് കോതകുളത്തിൽ ആറാട്ട്, തലക്കോട്ട്, ചാലുകുത്തൽ എന്നീ ചടങ്ങുകൾ നടക്കാറുള്ളത്. പൂരം പുറപ്പാട് മുതൽ എണ്ണിയാൽ 4ാമത്തെ ദിവസമാണ് കോതകുളത്തിലെ ആറാട്ട്. ഉഷപൂജയ്ക്ക് ശേഷമാണ് തൃപ്രയാർ തേവർ വെന്നിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ പറയെടുക്കുവാൻ പുറപ്പെടുന്നത്. ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറേ നടയിലൂടെ ഇറങ്ങി ആൽമാവ് റോഡിലൂടെ തെക്കോട്ടു പോയി വലപ്പാട് പഞ്ചായത്ത് ഗ്രൗണ്ട് മുറിച്ചു കടന്നാണ് ഇപ്പോൾ തേവർ വെന്നിക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത 66മായി ബന്ധപ്പെട്ട പണികൾ നടക്കുന്നതിനാൽ തേവർ ഇക്കൊല്ലം പതിവ് പാത ഉപേക്ഷിച്ച് പുതിയ സർവീസ് റോഡിലൂടെ വന്ന് കുരിശുപള്ളിക്ക് സമീപത്തുള്ള അടിപ്പാതയിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. പരമ്പരാഗത വഴികൾ മാത്രം പിന്തുടരുന്ന തൃപ്രയാർ തേവർ ഗ്രാമപ്രദക്ഷിണത്തിനിടയിൽ ചില വീടുകളുടെ മുറ്റത്തുകൂടെയും യാത്ര ചെയ്യുന്നത് കൗതുകകരമാണ്. വെന്നിക്കലേക്കുള്ള യാത്രക്കിടയിലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. വഴിനീളെ തൃപ്രയാറപ്പന് നിറപറ വെച്ചുള്ള സ്വീകരണങ്ങളും അതിരാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന ഭക്തർക്ക് ചായയും പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെയായി നാട്ടുകാർ പല ഭാഗത്തും കാത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ്. വെന്നിക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ കയറി നടപ്പുരയിൽ പറ സ്വീകരിക്കുന്ന തേവർ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തിറങ്ങിയാണ് ആറാട്ടിന് പോകുന്നത്. ക്ഷേത്രത്തിലെത്തി തേവർ പറ സ്വീകരിച്ചതിനു ശേഷമാണ് പ്രസിദ്ധമായ കല്ലേറ് നടക്കുന്നത്. കോതകുളത്തിൽ നടക്കുന്ന വെന്നിക്കൽ ആറാട്ടിന് പോകുമ്പോഴാണ് കല്ലേറ് നടക്കാറുള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്നൊരു കുളമുണ്ടെങ്കിലും ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളത്തിലാണ് ആഘോഷമായി ആറാട്ട് നടന്നു വരുന്നത്. ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന പരസ്പരമുള്ള ഈ കല്ലേറ് ആർക്കും വേദനിക്കാത്ത വണ്ണമാണുള്ളത്. വളരെ ചെറിയ കല്ലുകൾ മൃദുവായി മറ്റേയാളെ സ്പർശിക്കുന്ന രീതിയിലാണ് എറിയുന്നത്. ഇത് പ്രത്യേക ആചാരമല്ല എങ്കിലും വാർഷികമായി അനുവർത്തിക്കുന്നതിനാൽ ആചാരം പോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. നിന്റെ ചാർത്തി ഒന്ന് കൊടുക്കാം. അവിടെ നിന്നുമ്പോ അനിയൻകുട്ടി കിട്ടിയില്ലെന്ന് പറയണ്ട.
തേവർക്കൊപ്പം നടന്നു ക്ഷീണിച്ച ഭക്തർ ക്ഷേത്ര പരിസരത്ത് വിശ്രമിക്കാനായി ഇരിക്കാറുണ്ട്. ഈ സമയം അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉണർത്താനായി ചെയ്ത ഒരു കുസൃതിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചടങ്ങായി മാറിയത്. ഇതിനു സമാനമാണ് പെരിങ്ങോട്ടുകര ആവണേങ്ങാട്ട് കളരിയുടെ കിഴക്കുഭാഗത്ത് പുളിക്കപ്പാടത്ത് നടക്കുന്ന പൂക്കുലമണിയേറ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനിയും ചില്ലറക്കാര്യത്തിനൊപ്പം തുടരുമല്ലോ.